റിപ്പോർട്ടർ ഇലക്ഷൻ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോതമംഗലം സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് കേരള കോൺഗ്രസ്. പകരം സീറ്റ് എന്ന നിർദ്ദേശം പരിഗണിക്കേണ്ടതില്ലെന്നാണ് ധാരണ. ചർച്ചകളുടെ ഘട്ടത്തിൽ നിലപാടറിയിക്കും. ഷിബു തെക്കുംപുറം UDF സ്ഥാനാർത്ഥിയായേക്കും. ആന്റണി ജോണിന് ഇളവ് നൽകി വീണ്ടും മത്സരിപ്പിക്കാനാണ് CPM-ന്റെ ആലോചന. സജോ ദേവസ്യയുണ്ട്. സജോ ദേവസ്യ, ടു ടേം നിബന്ധന കോതമംഗലത്തും ഒരുപക്ഷെ CPM എടുത്തു കളഞ്ഞേക്കാൻ സാധ്യതയുണ്ട്. അവിടെ കേരള കോൺഗ്രസ് സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന് UDF-ൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കോതമംഗലത്ത് നിന്നും പുറത്തുവരുന്ന വിവരങ്ങൾ സജു? ഡോക്ടർ അരുൺകുമാർ, ജോസഫ് ഗ്രൂപ്പിന്റെ ഓട്ടോറിക്ഷയ്ക്ക് കോതമംഗലത്ത് എന്തായാലും സ്റ്റോപ്പ് ഉണ്ടാകും എന്നാണ് നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നത്. ജില്ലയിലെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം പലതവണ നേതൃത്വത്തിന് മുന്നിൽ വെച്ചൊരു പ്രധാനപ്പെട്ട കാര്യം കോതമംഗലം സീറ്റ് ഏറ്റെടുക്കണം, അവിടെ കൈപ്പത്ത് ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥി വേണം. കഴിഞ്ഞ 2 തവണയായി തുടർച്ചയായി അവിടെ പരാജയപ്പെടുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് അവിടെ UDF-നായി മത്സരിക്കുന്നത്. അതുകൊണ്ട് അവിടെ കൈപ്പത്ത് ചിഹ്നത്തിൽ ഒരു യുവ നേതാക്കളെ ആരെങ്കിലും പരിഗണിച്ച് അവിടെ മത്സരിപ്പിച്ചാൽ വളരെ സുഖമായി ജയിക്കാം എന്നതാണ് അവരുടെ വാദം. അത് നേതൃത്വത്തിന് മുൻപിൽ പലതവണ വെച്ചതാണ്. ഇത് ഒരു ചർച്ചയായി ഉയർന്നു വരും UDF യോഗത്തിൽ സീറ്റ് വിഭജന ഘട്ടത്തിൽ എന്ന കാര്യത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട് ജോസഫ് ഗ്രൂപ്പിന്. അതുകൊണ്ടാണ് ആ കാര്യത്തിൽ അവർ അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നത്. അവിടെ ഒരു കോംപ്രമൈസും ഇല്ല. അവിടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കും. അവിടെ പരിഗണനയിൽ ഒറ്റ പേരേ ഉള്ളൂ, അത് ഷിബു തെക്കുംപുറമാണ്. അക്കാര്യത്തിലുള്ള തീരുമാനത്തിലേക്ക് പിന്നീട് ഉന്നതാധികാര സമിതി ചേർന്നായിരിക്കും തീരുമാനിക്കുക എന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതേസമയം LDF-നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് കഴിഞ്ഞ 2 ടേമുകളിലായി യുവ നേതാവ് ആന്റണി ജോണാണ് അവിടെ നിയമസഭയിൽ കോതമംഗലത്തെ പ്രതിനിധീകരിക്കുന്നത്. മറ്റൊരാളെ അവിടെ പകരം അവതരിപ്പിക്കുന്നത് എളുപ്പമാകില്ല എന്ന് CPM നേതൃത്വത്തിന് അറിയാം. പക്ഷേ 2 ടേം നിബന്ധനയുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു ഇളവ് നൽകി ആന്റണി ജോണിനെ തന്നെ മത്സരിപ്പിക്കുന്നത് ആ മണ്ഡലം നിലനിർത്താൻ സഹായകരമാകും എന്ന അഭിപ്രായം ഇപ്പോൾ അവിടുത്തെ പ്രാദേശിക ഘടകങ്ങൾക്കെല്ലാം ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതിനകം തന്നെ അത്തരം കൂടിയാലോചനകൾ പലതരത്തിലുള്ള സാമാന്യമായി നടക്കുന്ന കൂടിയാലോചനകളിലൊക്കെ അവിടെ പ്രത്യേക ഇളവ് നൽകി മത്സരിപ്പിക്കുക ആന്റണി ജോണിനെ തന്നെ എന്നതാണ്. അത് മറ്റ് പലയിടങ്ങളിലും ഈ ഇളവ് ബാധകമാക്കുന്നതിൽ തെറ്റില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വളരെ സുപ്രധാനമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് വിജയസാധ്യത മാത്രം പരിഗണിച്ചാൽ മതി എന്ന അഭിപ്രായമുണ്ട്. സ്വാഭാവികമായും അവിടെ ന്യൂനപക്ഷ മുഖമെന്ന നിലയ്ക്ക് അത്തരം വോട്ടർമാരുടെ ഇടയിൽ വലിയ സ്വാധീനമുള്ള ആന്റണി ജോണിനെ തന്നെ അവതരിപ്പിക്കുകയാണെങ്കിൽ അതായിരിക്കും LDF-നെ സംബന്ധിച്ച് കൂടുതൽ സഹായകരമാവുക. വിജയസാധ്യത പരിഗണിച്ചാൽ അങ്ങനെ എന്നതാണ്. അതുകൊണ്ട് ആന്റണി ജോണിന് തന്നെ ഇളവ് ലഭിക്കുകയും വീണ്ടും നറുക്കു വീഴേക്കാനുമുള്ള സാധ്യതയാണ്. അങ്ങനെയെങ്കിൽ ആന്റണി ജോൺ ഷിബു തെക്കുംപുറം പോരാട്ടത്തിന് വീണ്ടും ഒരിക്കൽ കൂടി കോതമംഗലത്ത് അരങ്ങൊരുങ്ങും എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതേസമയം ഈ മണ്ഡല വെച്ചുമാറ്റം തന്നെ നടത്തുന്നതിനെക്കുറിച്ച് നേരത്തെ ഒരു ആലോചന ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് M-ന് ആ സീറ്റ് നൽകി മറ്റൊരു സീറ്റ് പെരുമ്പാവൂർ ഏറ്റെടുക്കുക എന്നാണ്. അത് പക്ഷേ പറവൂരിന്റെ കാര്യത്തിൽ മറ്റൊരു ആലോചന നടക്കുന്നതുകൊണ്ട് അതിലേക്ക് പോവുകയില്ല. പകരം ഈ ഒരു സാധ്യത തന്നെയാണ് തെളിയുന്നത്. സജോ ദേവസ്യയാണ് വിവരങ്ങൾ നൽകിയത്.